ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫാബുലസ് ലൈഫ്. ഇന്ന് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംശയങ്ങളാണ് ക്ലിയർ ആക്കുന്നത്. വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് എങ്ങനെ ഡിസിപ്ലിൻഡ് ആവാം എന്നുള്ളതിൽ നല്ല ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. എനിക്ക് പേഴ്സണലി വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് അതിനെങ്ങനെയാണ് ഡിസിപ്ലിൻഡായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയല്ലോ, അല്ലെങ്കിൽ ഇന്ന അവസ്ഥകളിലൂടെ കടന്നു പോയി എന്ന് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, അതിനിടയിലും എങ്ങനെയാണ് ഡിസിപ്ലിൻഡായിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യലല്ല. നമ്മളങ്ങനെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കലാണ് എന്ന്. പക്ഷേ അതല്ല സത്യം. ഒരു തീരുമാനം എടുത്തിട്ട്, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ ഉറച്ചു നിൽക്കലാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡിസിഷൻ ഫറ്റീഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. നമ്മൾ ഒരു ദിവസം തന്നെ എത്രയോ തീരുമാനങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി തന്നെ നമ്മുടെ ഒരുപാട് ഊർജ്ജം നഷ്ടമാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പല്ല് തേക്കുന്ന കാര്യത്തിലൊന്നും അധികം ചിന്തിക്കാറില്ല അല്ലേ. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പോയി പല്ല് തേക്കും. അതുകൊണ്ട് അവിടെ ഡിസിഷൻ ഫറ്റീഗ് അവിടെ വരാനില്ല. രാവിലെ നമുക്ക് മോർണിംഗ് പൊതുവേ കുറച്ച് കാമായിരിക്കും. ഒരുപാട് തീരുമാനങ്ങളൊന്നും അവിടെ എടുക്കുന്നില്ല. നമ്മൾ പല്ല് തേക്കുന്നു, മുഖം കഴുകുന്നു, അല്ലെങ്കിൽ രാവിലെ നമസ്കരിക്കുന്നവർ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അത് മോർണിംഗിൽ കറക്റ്റായിട്ട് ചെയ്യും. പിന്നെയാണ് നമ്മൾ തീരുമാനങ്ങളിലേക്ക് കടക്കുക. ഈ കളർ ഡ്രസ്സ് ഇടണോ, അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് ഇടണോ, ഇന്ന് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കണോ. ഈ രീതിയിൽ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു 10 മണിയാകുമ്പോഴേക്ക് നമ്മൾ ഏകദേശം ടയേർഡാവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഡിസിഷൻ ഫറ്റീഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന മെയിൻ കാര്യം തന്നെ. ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തീരുമാനങ്ങൾ എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ തന്നെ ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതുമല്ല. അവിടെയാണ് അടുത്ത തെറ്റ് സംഭവിക്കുന്നത്. ഒരു കാര്യം തീരുമാനിക്കും, പക്ഷെ അത് ചെയ്യുന്നത് ഏറ്റവും അങ്ങേയറ്റത്തെ പെർഫെക്ഷനിൽ ചെയ്യണമെന്നും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ തീരുമാനിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു കാര്യം, തീരുമാനിച്ച കാര്യം ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മളെപ്പോഴും തീരുമാനിച്ചതിൻ്റെ ഏറ്റവും ഒരു സ്റ്റാൻഡേർഡ് വേർഷൻ, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേർഷൻ ഉണ്ടാവുമല്ലോ. ഭയങ്കര പെർഫെക്റ്റ് അല്ല. പെർഫെക്ഷൻ്റെ ഭാഗം നമ്മൾ ചിന്തിക്കേണ്ടതേ ഇല്ല. നമ്മൾ വെച്ച ഗോളിൻ്റെ ഏകദേശം ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഓരോ ദിവസവും ഡിഫറെൻ്റ് അല്ലേ. നമ്മുടെ ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മുടെ എനർജി ഡിഫറെൻ്റ് ആയിരിക്കും. സ്ത്രീകളാണെങ്കിൽ ഒരു മാസത്തിൽ ഡിഫറെൻറ്റ് മൂഡിലൂടെയും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകും അല്ലേ. ഒരേപോലെ ആയിരിക്കുമോ എല്ലാ ദിവസവും? അല്ല. അപ്പോൾ ഓരോ ദിവസവും ആ ഒരു കാര്യം, തീരുമാനിച്ച കാര്യത്തിൻ്റെ എത്ര ചെയ്യാൻ പറ്റുമോ അത്ര ചെയ്യുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹെവി ആയിട്ട് ചെയ്യുക എന്നുള്ളതല്ല. ഹെവി ആയിട്ടാണ് എല്ലാ ദിവസവും ചെയ്യുന്നതെങ്കിൽ അത് അധിക കാലം പോവില്ല. ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത് ചെറുത് എത്രയാണോ അത്ര ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു കാര്യം 1 മണിക്കൂർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത ദിവസം 5 മിനിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ചെയ്താൽ മതി. അത്രേ ആവശ്യമുള്ളൂ. നമുക്ക് സാധാരണയായിട്ട് വരുന്നൊരു തെറ്റ്, ഒരു കാര്യം തീരുമാനിച്ചാണ്, ഇപ്പോൾ ഒരു മാസം പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്താൽ ആദ്യത്തെ 2-3 ദിവസം എല്ലാം ഒരുപാട് അങ്ങ് ചെയ്യും, ഓവർഡു ചെയ്യും അല്ലേ. നമ്മൾ എക്സ്ട്രാ അങ്ങ് ചെയ്യാനായിട്ട് നോക്കും. മറ്റൊന്ന്, എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരിക്കലും അച്ചീവ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു ലെവലിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മൾ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അതേ ലെവലിലുള്ള ഹയർ ലെവലിലുള്ള ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ആദ്യം നമ്മൾ നമ്മുടെ അടുത്ത് എത്തുന്ന ഭാഗത്തായിരിക്കണം ഗോൾ സെറ്റ് ചെയ്യുന്നത്. എത്തുന്ന കൊമ്പിലായിരിക്കണം നമ്മൾ ആദ്യം ഒന്ന് പിടിക്കുന്നത്. എന്നിട്ട് വേണം അതിനപ്പുറത്തേക്കായിട്ട് പോകാനായിട്ട്. ഒന്നുകൂടി ഡീപ്പായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ മുൻപിലുള്ള സ്റ്റെപ്സ് 1 by 1 ആയിട്ട് കയറാനായിട്ട് നോക്കുക. സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്തിട്ട് 2-3 സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് മുകളിലെത്താൻ വേണ്ടി നമ്മൾ ചാടിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ബ്ലോക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ ചാടുമ്പോൾ ചിലപ്പോൾ ഒരു ഡാമേജ്, നമ്മുടെ കാലോ കയ്യോ തട്ടി പരിക്ക് പറ്റാം അല്ലേ. നമ്മുടെ റിയൽ ലൈഫിൽ ഇതൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ എന്തും ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ വരും. അതിൻ്റെ പേടി കൊണ്ട് പിന്നെ നമ്മൾ ആ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ചെറുതിൽ സ്റ്റാർട്ട് ചെയ്യുക. മെല്ലെ മെല്ലെ മാത്രം അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം മെല്ലെ മാത്രം കൂട്ടിക്കൊണ്ടുവരിക. ഇനി നമ്മൾ ചെയ്യാൻ തുടങ്ങിയ കാര്യം
ചിലപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ട് ചെയ്യാൻ പറ്റാതെ ആയിപ്പോകും അല്ലേ. ചിലപ്പോൾ അസുഖമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫംഗ്ഷനായിരിക്കാം, ചിലപ്പോൾ നമുക്ക് മുടങ്ങിപ്പോയേക്കാം. എത്ര ചെറിയ അളവിലും ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നേക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? റീസ്റ്റാർട്ട് ചെയ്യല്ല വേണ്ടത്, കണ്ടിന്യൂ ചെയ്യാണ് വേണ്ടത്. അതായത് ആദ്യം മുതലേ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പുസ്തകത്തിൽ ഗോൾ സെറ്റ് ചെയ്യല്ല വേണ്ടത്. ചെയ്തുകൊണ്ടിരുന്ന കാര്യം 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ആദ്യം മുതലേ വലിയൊരു സംഭവമാക്കി മനസ്സിൽ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതുവരെ ചെയ്തത് കണ്ടിന്യൂ ചെയ്യുകയാണ് വേണ്ടത്. മോട്ടിവേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ അനാവശ്യമായിട്ട് ഈ ജഡ്ജ് ചെയ്യുന്നത്, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, തുടങ്ങി എല്ലാം മുടക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ മോട്ടിവേഷനില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് തുടങ്ങി, ഈ രീതിയിലൊന്നും സ്വന്തത്തോട് സംസാരിക്കാതെ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് കൊടുക്കുക. ഈ പോയിൻറ്റ്സൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? ഏത് പോയിൻ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്? ഇനി മുന്നോട്ടേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇനി ഇതിനേക്കാളും നല്ല ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും താഴെ കമൻറ്റിൽ ഷെയർ ചെയ്താൽ നല്ലതാണ് കേട്ടോ. മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ ബൈ.